പുറപ്പാട് അധ്യായം 40. അനന്തരം യഹോവ മോശെയോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, 1-ാം മാസം 1-ാം തീയതി ഈ സമാഗമന കൂടാരമെന്ന് തിരുനിവാസം നിവർക്കേണം. സാക്ഷ്യപ്പെട്ടകം അതിൽ വെച്ച് തിരശ്ശീല കൊണ്ട് പെട്ടകം മറയ്ക്കണം. മേശ കൊണ്ടുവന്ന് അതിൻ്റെ സാധനങ്ങൾ ക്രമത്തിൽ വെക്കണം. നിലവിളക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ദീപം കൊളുത്തേണം. ധൂപത്തിനുള്ള പൊൻപീഠം സാക്ഷ്യപ്പെട്ടകത്തിനു മുൻപിൽ വെച്ച് തിരുനിവാസ വാതിലിൻ്റെ മറശ്ശീല തൂക്കേണം. സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിൻ്റെ വാതിലിനു മുൻപിൽ ഹോമയാഗപീഠം വയ്ക്കണം. സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും നടുവിൽ തൊട്ടി വെച്ച് അതിൽ വെള്ളം ഒഴിക്കണം. ചുറ്റും പ്രാകാരം നിവർത്ത് പ്രാകാരവാതിലിൻ്റെ മറശ്ശീല തൂക്കേണം. അഭിഷേക തൈലം എടുത്ത് തിരുനിവാസവും അതിലുള്ള സകലവും അഭിഷേകം ചെയ്ത് അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ശുദ്ധീകരിക്കണം. അത് വിശുദ്ധമായിരിക്കണം. ഹോമയാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത് യാഗപീഠം ശുദ്ധീകരിക്കണം. യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം. തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. അഹരോനെയും പുത്രന്മാരെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകണം. അഹരോനെ വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ച് എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. അവൻ്റെ പുത്രന്മാരെ വരുത്തി അങ്കി ധരിപ്പിച്ച് എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. അവരുടെ അഭിഷേകം ഹേതുവായി അവർക്ക് തലമുറ തലമുറയോളം നിത്യ പൗരോഹിത്യം ഉണ്ടായിരിക്കണം. മോശെ അങ്ങനെ ചെയ്തു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും അവൻ ചെയ്തു. ഇങ്ങനെ 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി തിരുനിവാസം നിവർത്തു. മോശ തിരുനിവാസം നിവർക്കുകയും അതിൻ്റെ ചുവട് ഉറപ്പിക്കുകയും പലക നിർത്തുകയും അന്താഴം ചെലുത്തുകയും തൂൺ നാട്ടുകയും ചെയ്തു. അവൻ മൂടുവിരി തിരുനിവാസത്തിന്മേൽ വിരിച്ച് അതിന്മീതെ മൂടുവിരിയുടെ പുറമൂടിയും വിരിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ സാക്ഷ്യമെടുത്ത് പെട്ടകത്തിൽ വെച്ചു. പെട്ടകത്തിന് തണ്ട് ചെലുത്തി പെട്ടകത്തിന് മീതെ കൃപാസനം വെച്ചു. പെട്ടകം തിരുനിവാസത്തിൽ കൊണ്ടുവന്ന് മറയുടെ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം മറച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സമാഗമന കൂടാരത്തിൽ തിരുനിവാസത്തിൻ്റെ വടക്ക് വശത്ത് തിരശ്ശീലയ്ക്ക് പുറത്തായി മേശ വെച്ചു. അതിന്മേൽ യഹോവയുടെ സന്നിധിയിൽ അപ്പം അടുക്കി വെച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സമാഗമന കൂടാരത്തിൽ മേശയ്ക്ക് നേരെ തിരുനിവാസത്തിൻ്റെ തെക്ക് വശത്ത് നിലവിളക്ക് വയ്ക്കുകയും യഹോവയുടെ സന്നിധിയിൽ ദീപം കൊളുത്തുകയും ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സമാഗമന കൂടാരത്തിൽ തിരശ്ശീലയുടെ മുൻവശത്ത് പൊന്നുകൊണ്ടുള്ള ധൂപപീഠം വയ്ക്കുകയും അതിന്മേൽ സുഗന്ധ ധൂപവർഗം ധൂപിക്കുകയും ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ തിരുനിവാസത്തിൻ്റെ വാതിലിനുള്ള മറശ്ശീല തൂക്കി. ഹോമയാഗപീഠം സമാഗമന കൂടാരം എന്ന തിരുനിവാസത്തിൻ്റെ വാതിലിനു മുൻവശത്ത് വയ്ക്കുകയും അതിന്മേൽ ഹോമയാഗവും ഭോജനയാഗവും അർപ്പിക്കുകയും ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും നടുവിൽ അവൻ തൊട്ടി വയ്ക്കുകയും കഴുകേണ്ടതിന് അതിൽ വെള്ളം ഒഴിക്കുകയും ചെയ്തു. മോശയും അഹരോനും അവൻ്റെ പുത്രന്മാരും അതിൽ കൈയും കാലും കഴുകി. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴും യാഗപീഠത്തെങ്കിൽ ചെല്ലുമ്പോഴും കൈകാലുകൾ കഴുകും. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റും പ്രാകാരം നിർത്തി പ്രാകാരവാതിലിൻ്റെ മറശ്ശീല തൂക്കി. ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി. യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല.
ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരും നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേലിയരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാൺകെ പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു.